നാം പുറത്തിറങ്ങുന്ന വഴികളിൽ, നാം നടന്നു നീങ്ങുന്ന വഴികളിലെല്ലാം തന്നെ നിത്യകാഴ്ചയായി കാണുന്ന ഒന്നാണ് ഓട്ടോറിക്ഷ എന്നത്. ഒരുപക്ഷെ സാധാരണക്കാർക്കിടയിൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു യാത്രാ മാധ്യമം. നമ്മളിലേവരും പലതവണ ഓട്ടോകളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതും ഉറപ്പുള്ള കാര്യമാണ്. എന്നാൽ അത്തരം യാത്രകളിൽ എപ്പോഴെങ്കിലും ഈ ഓട്ടോറിക്ഷ എന്ന പേര് എങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളൂ? അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഓട്ടോറിക്ഷയുടെ പേരിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓട്ടോറിക്ഷകൾ എന്നത് ഏഷ്യൻ മേഖലകളിലാണ് പ്രധാനമായും കണ്ടുവരുന്നത്. ഓട്ടോറിക്ഷയുടെ ചരിത്രത്തിന് മുന്നേ ഇവിടെ സൈക്കിൾ റിക്ഷകളുണ്ടായിരുന്നു. അതിനു മുന്നേ ഇവിടെ റിക്ഷകളുണ്ടായിരുന്നു. എന്തിനേറെ ഇന്നും കൊൽക്കത്തയിലും ബംഗ്ലാദേശിലുമൊക്കെ പോവുകയാണെങ്കിൽ സൈക്കിൾ റിക്ഷകളെയും റിക്ഷകളെയും ഒക്കെ നമുക്ക് ധാരാളം കാണാനുമാവും. മനുഷ്യത്വപരമായി നോക്കിയാൽ ആധുനികമായി വികസിച്ച ഈ കാലത്തും ഇതൊക്കെ നിലനിൽക്കുന്നു എന്നത് സങ്കടകരം തന്നെയാണ്. ഏതായാലും വളരെ പണ്ട് വാഹനങ്ങളോ ട്രെയിൻ സംവിധാനങ്ങളോ ഒന്നും അധികമില്ലാതിരുന്ന കാലത്ത് 2-3 ചക്രങ്ങളുമായി വന്ന റിക്ഷാ വണ്ടി എന്നത് വലിയൊരു വിജയമായിരുന്നു. 1880കളിൽ ജപ്പാനിലാണ് റിക്ഷാ വണ്ടികൾ വ്യാപകമാവുന്നത്. പതിയെ പതിയെ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ അത് വ്യാപിക്കുകയുമുണ്ടായി. 1869 കാലത്ത് ഇസുമി യൊസൂക്കെ എന്ന ജപ്പാനീസുകാരനാണ് സത്യത്തിൽ റിക്ഷ നിർമ്മിക്കുന്നത്. അന്ന് അതിൻ്റെ പേര് ജിൻ റിക്ഷ എന്ന രീതിയിലാണ്. അതിന് വ്യക്തമായ ജപ്പാനീസ് അർത്ഥവുമുണ്ട്. ജിൻ എന്നാൽ മനുഷ്യനും, റിക്കി എന്നാൽ ശക്തി എന്നും, ഷ എന്നാൽ വാഹനം എന്നുമാണ്. അങ്ങനെ ഇവ കൂട്ടിച്ചേർത്താണ് ജിൻ റിക്ഷ എന്ന പേര് വരുന്നത്. യന്ത്രങ്ങൾ വന്നതോടെ അത് ഓട്ടോറിക്ഷ ആയും ഇലക്ട്രിക് റിക്ഷയായുമൊക്കെ പേരിന് മാറ്റങ്ങൾ വന്നു എന്ന് മാത്രം. ആ കാലത്ത് നഗരങ്ങളെല്ലാം തന്നെ വൻതോതിൽ രൂപപ്പെട്ടു വരുന്ന കാലം കൂടിയാണ്. ആ സമയം ചെലവ് കുറഞ്ഞതും എളുപ്പമേറിയതുമായ ഒരു ഗതാഗത മാർഗമായി വളരെ വേഗം റിക്ഷാ വണ്ടികൾ മാറുകയുമുണ്ടായി. അങ്ങനെ റിക്ഷകളും സൈക്കിൾ റിക്ഷകളുമൊക്കെ നഗരവീഥികളിൽ നിറഞ്ഞു. ഇന്ത്യയിലെ കൊൽക്കത്തയിലും മറ്റുമൊക്കെ അങ്ങനെ തന്നെ. ഗ്രാമങ്ങളിലുള്ളതിനേക്കാൾ വരുമാനം ആ കാലത്ത് ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ആ കാലത്ത് പല മേഖലകളിലുള്ള കർഷകരും മറ്റുമൊക്കെ തന്നെ നഗരങ്ങളിലേക്ക് കുടിയേറുകയും ഈ ജോലി ചെയ്യുകയുമൊക്കെ ഉണ്ടായി. കൊൽക്കത്തയിലെ റിക്ഷാ വണ്ടികൾ ഓടിക്കുന്നവരിൽ ഇന്നും ബീഹാർ മേഖലയിൽ നിന്നുള്ളവരാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. ഏതായാലും പഴയ കാലത്ത് റിക്ഷകൾ എന്നത് നിർണായകം തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് റിക്ഷകൾ ഒരു കാലത്ത് നഗരങ്ങളെ നിറച്ചിരുന്നു എന്നത് ചരിത്രവുമാണ്. അങ്ങനെ 1900 കാലത്തിനിപ്പുറം ട്രെയിൻ ഗതാഗതവും വാഹനങ്ങളുമൊക്കെ വന്നു തുടങ്ങിയതോടെ റിക്ഷകൾക്കും സൈക്കിൾ റിക്ഷകൾക്കുമൊക്കെ പ്രാധാന്യം ക്ഷയിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് തിരിച്ചുവരവില്ലാതെ പല നഗരങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാവുന്ന ഒരു കാഴ്ച കൂടിയാണ് റിക്ഷകളെ സംബന്ധിച്ചുണ്ടായത്. ആധുനികവൽക്കരണം പോലെ തന്നെ റിക്ഷകളും വികസിക്കുകയുണ്ടായി. അത് ഓട്ടോറിക്ഷയായും ഇലക്ട്രിക് റിക്ഷയായും ഒക്കെ ഈ ലോകത്ത് സാധാരണക്കാരുടെ ഏറ്റവും വലിയ ഗതാഗത മാർഗമായി നിലനിൽക്കുകയാണ്.